ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ലോകത്ത്, ഇന്ത്യയിൽ, വിശിഷ്യ കേരളത്തിൽ നടക്കുന്ന ആനുകാലിക സംഭവങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി ദൈവവചനവുമായിട്ട് അതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ അധികവും വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 100-ൽ അധികം വീഡിയോകൾ ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞു. അതിൽ നല്ല വ്യൂസുള്ള വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്, വെറും 20 വ്യൂസ് മാത്രമുള്ള വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്, 1800 പേരിലധികം കണ്ട വ്യൂസ് ഉണ്ടായിട്ടുണ്ട്, 1000 പേര് കണ്ടതുണ്ടായിട്ടുണ്ട്. എത്ര പേർ കാണുന്നു എന്നുള്ളതിലല്ല, അത് എത്ര പേർക്ക് ആശ്വാസവും അനുഗ്രഹകരമായി തീരുന്നു എന്നുള്ളതും കൂടി വെച്ചിട്ടാണ് ഈ മെസ്സേജ് തയ്യാർ ചെയ്യുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ന്യായം വിധിച്ച കാര്യങ്ങൾ കൂടിയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാനിതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അനുഭവിച്ചതും ഞാൻ ജയിച്ചതും ഞാൻ ഓടിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പലപ്പോഴും വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് തീരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം സോഷ്യൽ മീഡിയ വഴി, പത്രമാധ്യമങ്ങൾ വഴി എല്ലാം കണ്ട കാര്യം, ഒരു വൃക്ക രോഗ ചികിത്സയിൽ വിദഗ്ധനായിരുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഞാൻ ആരുടെയും പേരൊന്നും പരാമർശിക്കപ്പെടുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ട് ജോലി കിട്ടാതിരുന്നതിൻ്റെ പേരിൽ ഒരമ്മയും 2 കുഞ്ഞുങ്ങളും അവർ ട്രെയിന് മുമ്പിൽ ചാടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. വലിയ കോലാഹലങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പല കാര്യങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 2000 പന്നികൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഈ വീഡിയോയുടെ അവസാനമായിട്ടായിരിക്കും അത് എന്താണെന്ന് പറയുന്നത്. 2000 മനുഷ്യർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത സംഭവം, വിക്ടോറിയ തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം 1994-ൽ നടന്നിട്ടുണ്ട്. അതൊരു വംശഹത്യയെ ഭയന്നിട്ട് ചെയ്ത ഒരു ആത്മഹത്യയായിരുന്നു. ഭയന്നുകൂടി അവർ മരിക്കുകയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ മൃഗങ്ങളൊന്നും ആത്മഹത്യ ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാലയളവിലെല്ലാം കൂട്ടത്തോടെ പക്ഷികൾ മരിക്കുന്നു. എന്താണ് കാരണമെന്നൊന്നും അറിയില്ല, പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും. എന്നാൽ ഞാനീ പറഞ്ഞ 2000 പന്നികൾ കൂട്ടത്തോടെ ചാകാനുണ്ടായ ഒരു കാരണമുണ്ട്, അത് അവസാനം പറയുന്നതായിരിക്കും. ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരുമായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ ചിലത് ഞാനൊന്ന് എടുത്ത് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരം ആളുകൾ ആത്മഹത്യ ചെയ്യാം. വിഷാദം, ഉത്കണ്ഠ, ബൈപ്പോളർ ഡിസോർഡർ, സ്ക്രീസോഫീനിയ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ നയിച്ചേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സ്വന്തം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, പ്രണയനൈരാശ്യം, ഒറ്റപ്പെടുത്തലുകൾ, തള്ളിക്കളയലുകൾ, ഇവ മൂലം മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കടുത്ത മാനസിക സമ്മർദ്ദം അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. ലഹരി ഉപയോഗം, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയവ മാനസിക നിലയെ തകരാറിലാക്കുകയും ആളുകളുടെ മുൻപിൽ തങ്ങളുടെ വില കുറഞ്ഞു എന്ന് തങ്ങൾക്ക് തന്നെ തോന്നുകയും അങ്ങനെ അവർ പോയി ആത്മഹത്യ ചെയ്യുന്ന അനേക സംഭവങ്ങൾ നമ്മൾ കേൾക്കാറും കാണാറുമുണ്ട്. മറ്റൊന്ന്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ മുഖാന്തരം, ക്യാൻസർ, മറ്റ് പലവിധമായ രോഗങ്ങൾ, ചില ശസ്ത്രക്രിയകൾക്ക് ശേഷം വരുന്ന ഭയങ്കരമായ വേദന മൂലം വരുന്ന ചില രോഗങ്ങൾ, അവശത തുടങ്ങിയവ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. സാമൂഹികമായ ഒറ്റപ്പെടൽ, സാമൂഹികമായ ബന്ധങ്ങൾ, ചില പാരമ്പര്യ സ്വഭാവങ്ങൾ, ഇതും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ യൂട്യൂബും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഒരു കണക്ക് കിട്ടുന്നതായിരിക്കും. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. 2022-ലെ കണക്ക് വെച്ചിട്ടാണ് ഈ പുതിയ ഇത് വന്നിരിക്കുന്നത്. അതിൽ 6.4% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം, പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. 80% പുരുഷന്മാരും 20% സ്ത്രീകളുമാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പയ്യാക്കര താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഡിസംബർ മാസത്തിലെ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു
ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പോയി. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് പലരും ശ്രമിച്ചുവെങ്കിലും അവർക്കാർക്കും അതിന് കഴിഞ്ഞില്ല. എന്നാൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ആ പുതപ്പിനടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നെങ്കിലും രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനെ പോയി കാണുകയും ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു പ്രത്യേക നിലയിൽ, അതായത് അവൻ ഫെർഡാൻ വാഴയ്ക്ക് ഇടുന്നതായിട്ടുള്ള ആ ഒരു മാരക വിഷമേറിയ, അന്നത് സുലഭമായിട്ട് ലഭിക്കുമായിരുന്നു, ആ മരുന്നുമായിട്ട് അവൻ മരിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് അവനവിടെ വന്ന് ഒരു കാളച്ചാലിൻ്റെ ഭിത്തിയിൽ അവൻ കിടക്കുകയായിരുന്നു. അവനോട് പോയി സംസാരിച്ചു. അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്ക് ഇടവന്നു. അന്ന് രാത്രിയിൽ അവൻ അവിടെ വിട്ടു പോവുകയും പിന്നീട് ചില വർഷങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാതെ, പയ്യാക്കരയ്ക്ക് വരാതെ അവൻ പിന്നീട് ഇപ്പോൾ പയ്യാക്കരയിലുണ്ട്. അവനോട് നിങ്ങൾ ചോദിച്ചാൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അറിയാവുന്നതാണ്. മറ്റൊന്ന്, ഞാൻ വരാക്കരയിലൊരു കട നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ചെറുപ്പക്കാരനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഇവനെ കത്തയച്ചു. ആ കത്തും ആയിട്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഞാൻ അവനോട് വളരെ നേരം സംസാരിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് സംഭവം, അവൻ എന്ത് ചെയ്തിട്ടും കാര്യം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കുക, ഞാൻ അവനായിട്ട് പേഴ്സണലായിട്ടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇന്നും അവൻ പറഞ്ഞ കാര്യം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവൻ പറഞ്ഞ കാര്യത്തിന് ഒരു ശക്തമായ വ്യക്തമായൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ആ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുകയും ഇന്ന് ഒരു സ്കൂൾ അധ്യാപകനായിട്ട് അവൻ ജോലി നോക്കുകയും ചെയ്യുന്നു. വരനപ്പള്ളി സെൻട്രൽ തന്നെയാണ് അവൻ്റെ വീട്. അവൻ ഒരു അധ്യാപകനായിട്ട് ജോലി നോക്കുന്നു. മറ്റൊന്ന്, ഞാൻ തൃശ്ശൂർ ജോലിയുള്ള ബന്ധത്തിൽ കടന്നു പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു പട്ടാളക്കാരൻ, ഞാൻ ദൈവകൃപയാൽ ആ മനുഷ്യനോടും സംസാരിക്കുകയും അവൻ്റെ സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുവാൻ അവിടെയുള്ള മറ്റേ റെയിൽവേ പോലീസിൻ്റെ അടുക്കൽ പോയി പരാതി കൊടുക്കുകയും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അതിലെ ആ സമയത്ത് കടന്നു വന്ന കുറച്ച് ട്രാക്റ്റ് കൊടുക്കാൻ വന്ന ചില ദൈവദാസന്മാരുമായി ചേർന്ന് ആ വിഷയത്തിന്മേൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയെന്ന് പ്രാർത്ഥിക്കുകയും ചില മണിക്കൂറുകൾക്കുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് റെയിൽവേ പോലീസ് വിളിച്ചറിയിക്കുകയും അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച് അവനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തക്കണം അങ്ങനെ ഒരു 5-6 ആളുകളെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല, ചില സമയങ്ങളിലെ ഇടപെടലുകൾ നമുക്ക് ഒരു മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, അവൻ്റെ കടുത്ത മാനസികമായ സമ്മർദ്ദത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുവാനും സാധിക്കും. ഞാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ പറയുന്നത്, ഇനിയിപ്പോൾ അവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ എന്ത് മാർഗമെന്ന് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെക്കുറിച്ച് പറയുന്നത്. എന്നെ കണ്ട വഴി അവരാകെ പരിഭ്രമിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ അവരിന്ന് ഭൂമുഖത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഇപ്പോൾ BSc നേഴ്സിംഗ് എൻ്റെ മകൻ പഠിച്ചു കഴിഞ്ഞു. അവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് അവൻ ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂവിനായിട്ട് കടന്നുപോയി. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവൻ കൂടെ വിളിച്ചുകൊണ്ട് പോയ എല്ലാവർക്കും ജോലി കിട്ടും, അവന് ജോലിയില്ല. ഒടുവിൽ അവൻ MSc നേഴ്സിംഗ് പഠിച്ചു, അതും കഴിഞ്ഞു. അവൻ അനേകരെ, അവൻ്റെ ഒപ്പം പഠിച്ച ബാച്ചിലുള്ള എല്ലാ പിള്ളേരെയും അവൻ പലയിടത്തും കൊണ്ടുപോയി ഇൻ്റർവ്യൂ. അവിടെ ആസാമിലുണ്ടായിരുന്നു, ചണ്ഡീഗഡിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു, പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു. പല സ്ഥലത്തും അവൻ തന്നെ മുൻകൈ എടുത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇന്ന സീറ്റ്, ഇത്ര സീറ്റ് ഒഴിവുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നവർക്കെല്ലാം ജോലി ലഭിക്കും. എൻ്റെ മകന് ജോലി ലഭിച്ചില്ല. അവൻ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ കാട്ടുപ്രദേശം പോലുള്ള സ്ഥലത്താണല്ലോ താമസിക്കുന്നതെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പച്ചാ ഒരു കാര്യം ചെയ്യുമോ, എനിക്കൊരു 20 ആടിനെ മേടിച്ച് തരുമോ? എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടികൾക്കെല്ലാം തന്നെ ജോലി കിട്ടി. ആൺകുട്ടികൾ പലരും വിദേശത്തേക്ക് പോയി. ആൺകുട്ടികൾക്ക് BSc നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായൊരു വേദനയുണ്ടായി. ആരോട് പറയാനായിട്ട് പറ്റും? എൻ്റെ ഉള്ളിൽ MSc നേഴ്സിംഗ് കഴിഞ്ഞ, BSc നേഴ്സിംഗ് കഴിഞ്ഞു, MSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു കുഞ്ഞാണ് ഇപ്പോൾ ഇത് പറയുന്നത്. എക്സാം എഴുതിയില്ല MSc നേഴ്സിംഗിൻ്റെ, പക്ഷേ ആ കുഞ്ഞാണിത് പറയുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അടുത്ത 1 വർഷത്തിനുള്ളിൽ നിനക്ക് ജോലി കിട്ടും. നീ ഇത്രയും സ്ഥലത്ത് എഴുതിയിട്ടുണ്ടല്ലോ, നിനക്ക് അടുത്ത 1 വർഷത്തിനുള്ളിൽ ജോലി കിട്ടും. ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് എന്ന് ഞാൻ പരസ്യമായിട്ട് പറയുകയുണ്ടായി. പിറ്റേ ഞായറാഴ്ച ഞാൻ കൂടി വരുന്ന ആ ചർച്ചിലും ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി. 1 വർഷത്തിനുള്ളിൽ അവന് ജോലി ലഭിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് 1 വർഷത്തേക്കൊന്നും നിന്നില്ല. പിറ്റേ ആഴ്ച അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ അവൻ ഓടി വീട്ടിലേക്ക് വരുന്ന ആ ഒരു 5 മണി സമയത്ത്, വൈകിട്ട് ഒരു 5 മണി സമയത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് പോണ്ടിച്ചേരി ജിബ്ബർ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ അറിഞ്ഞ മോനെ?
അത് ഞാൻ നെറ്റിൽ കണ്ടു. എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, എടാ നിൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കി, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, എൻ്റെ പേര് വന്നിട്ടുണ്ട്, എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. മോനെ സത്യമാണോ? അവൻ പറഞ്ഞു സത്യമാണ്, എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ അവൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് യാത്രയായി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു. ഞാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അവനിവിടെ വന്ന് അവൻ ജോയിൻ ചെയ്തു. പിന്നീട് പോലീസ് വെരിഫിക്കേഷനൊക്കെ അവിടെ നടന്നു. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ പോസ്റ്റ്മാൻ കൊണ്ട് തരുന്നത്. പോസ്റ്റ്മാൻ മനസ്സിലായില്ല അത് അപ്പോയിൻമെൻറ്റ് ഓർഡറാണെന്ന്. ഞങ്ങൾ അതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ പൊട്ടിച്ച് വായിക്കുന്നത്. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ജോലി ഇല്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കടം കയറി മുടിഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മാറും. അത് ദൈവം നമ്മളോട് കരുണ കാണിക്കും. ദൈവം എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കും. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ഏത് ജാതി, ഏത് മതം, അങ്ങനെയൊന്നുമില്ല. ഏത് മനുഷ്യൻ്റെയും സാഹചര്യത്തിൽ ദൈവം ഒരു വഴിയും അതിലും തുറക്കും. എനിക്ക് അനവധി അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ സമയം ദീർഘിപ്പിച്ച് പോകുമെന്നുള്ളതിനാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബൈബിളിൽ ചില ആളുകൾ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ അജാനബാഹുവായ ഒരു മനുഷ്യനായിരുന്നു. അസാധാരണമായ ശക്തിയുള്ള ഒരുവനായിരുന്നു. വലിയ വീരപ്രവൃത്തികൾ ചെയ്യുന്ന ഒരുവനായിരുന്നു. എന്നാൽ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൗശലത്തിൽ കുടുങ്ങി അവൻ്റെ ശക്തി ഏതിലാണെന്നുള്ള രഹസ്യം വെളിപ്പെടുത്തുകയും അങ്ങനെ ഫെലിസ്തർ അവനെ പിടിച്ചു കൊണ്ടുപോയി ഒരു വലിയ തിയേറ്ററിൽ അവനെ കൊണ്ട് കെട്ടിയിട്ട് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വേദന കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ എനിക്കൊരവസരം കൂടി തരണമെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സമയത്ത് ആ വലിയ 3000-ഓളം ആളുകൾ കൂടിയിരുന്ന ആ വലിയ മാള്, ആ ഒരു വലിയ ടെൻറ്റ്, ആ ഒരു തൂണ് പിടിച്ച് അവൻ ഒടിച്ച് ആ ആളുകളും അവനും കൂടി മരിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതൊരു ആത്മഹത്യയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദാവീദിൻ്റെ മകനായിരുന്ന അബ്ശാലോമിൻ്റെ ഉപദേശം നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് അഹിതോഫേൽ എന്ന് പറയുന്ന ഒരാൾ, അവൻ പോയി നിരാശ കൊണ്ടുപോയി തൂങ്ങി മരിച്ചത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശൗല് തൻ്റെ സ്വന്തം വാളിൻ്റെ മുകളിൽ തന്നെത്താൻ വീണ് മരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ നിയമ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ അവിടെ യൂദാ ഇസ്കറിയോത്താവ് അവൻ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതിൻ്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനവിടെ ഹെഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2000 പന്നികൾ കടലിലേക്ക് പോയി കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ ഒരു കാരണം അശുദ്ധ ആത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, അവൻ്റെ പാർപ്പ് എന്ന് പറയുന്ന, അവൻ താമസിച്ചിരുന്ന ശവക്കല്ലറകളിലായിരുന്നു. അവനെ ആളുകൾ ചെങ്ങല കൊണ്ട് പൂട്ടിയിട്ടാൽ പോലും, ഇന്നിപ്പോൾ ഈ മയക്കുമരുന്നെല്ലാം കഴിക്കുന്ന ആളുകൾ, അത് ഉപയോഗിക്കുന്ന ആളുകളെ പോലീസുകാരൊന്ന് പിടിച്ചാലും അവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുന്നില്ലേ, അതുപോലെ ശക്തി വ്യാപരിച്ച് അശുദ്ധാത്മാക്കളുടെ ശക്തി മൂലം അവനെ ആർക്കും കീഴടക്കാൻ കഴിയുമായിരുന്നില്ല. അവനെ വിലങ്ങ് വെച്ചാൽ ഇരുമ്പിൻ്റെ ചെങ്ങലെല്ലാം അവൻ വളരെ ഒരുമി അത് പൊട്ടിച്ചു കളയുമായിരുന്നു. അങ്ങനെ കല്ലറകളിൽ കഴിഞ്ഞിരുന്ന അവൻ്റെ അടുക്കൽ യേശു വന്നപ്പോൾ അവനിൽ വസിച്ചിരുന്ന അശുദ്ധാത്മാക്കൾ പറഞ്ഞു, സമയത്തിന് മുമ്പ് ഞങ്ങളെ പാതാളത്തിലേക്കൊന്നും അയക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല അയക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവിടെ വലിയ ഒരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പന്നി വളർത്തൽ നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു. ഏകദേശം 2000-ഓളം പന്നികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് അവരോട് പോകുവാനായിട്ട് പറഞ്ഞു. ആ മനുഷ്യൻ സ്വബോധമുള്ളവനായിട്ട് യേശുവിൻ്റെ കാൽക്കലിരുന്നു. ആ പന്നിക്കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ 2000-ഓളം പന്നികൾ കടലിലേക്ക് പോയി അവർ കൂട്ടത്തോടെ ചാകുന്നത് നമുക്ക് കാണുവാൻ, കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നടത്തുന്നത് പിശാചാണ്, അശുദ്ധാത്മാക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ കടബാധ്യതയാകാം, ഒരുപക്ഷെ ഒരു ബിസിനസ്സിൽ തകർച്ചയാകാം, ഒരുപക്ഷെ ഒരു പരീക്ഷ എഴുതിയിൽ വന്ന ഒരു പരാജയമാകാം. എന്നാൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. നമ്മുടെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും മരിക്കണമെന്ന്, ആത്മഹത്യ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ അശുദ്ധി ബാധിച്ച അശുദ്ധാത്മാക്കൾ കയറി കൂടുമ്പോഴാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കടബാധ്യതയുടെ സമയത്ത് പിശാച് വന്ന് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കറിയാം. നീ എങ്ങനെ രക്ഷപ്പെടും, സാത്താൻ സഭയ്ക്ക് പോയാലാണ് ആളുകൾ രക്ഷപ്പെടുന്നതെല്ലാം എന്നോട് സംസാരിച്ചൊക്കെ എനിക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ രക്ഷിക്കുകയും എന്നെ കടബാധ്യതകളിൽ നിന്ന് മോചിപ്പിക്കുകയും ഞാൻ നിന്നിടത്ത് നിന്ന് തന്നെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്. എന്നെ തോൽപ്പിക്കാമെന്നവരുടെ മുൻപിലെല്ലാം കർത്താവിനെ നിർത്തുകയും ഉയർത്തുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ഇന്നൊരു പക്ഷേ നീ കടുത്ത നിരാശയിലായിരിക്കാം. അതൊരു പക്ഷേ നിന്നെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിലായിരിക്കാം. നീ ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിലായിരിക്കാം. നിൻ്റെ സാമ്പത്തിക പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള വിഷമത്തിലായിരിക്കാം. ഇപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. പരന്തരപ്പള്ളിയിൽ 27 ലക്ഷമാണെന്ന് തോന്നുന്നു ഒരു കട
ഒരു കടം വന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിലെ ഒരു വാക്യം കണ്ടിട്ട് എന്നെ കടയിലേക്ക് വിളിക്കുകയും ജ്വല്ലറി നടത്തുന്നവനാണ്. അവൻ ലക്ഷങ്ങൾ കടം വന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുമ്പോൾ ഞാനുമായിട്ട് സംസാരിക്കുകയും അവനെ ധൈര്യപ്പെടുത്തുകയും അവൻ വിദേശത്തെല്ലാം പോയി ഇപ്പോൾ അവൻ പരന്തരപ്പള്ളിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ജ്വല്ലറിയുടെ ഉടമ. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായിരുന്നു. അനേകരെ നമുക്ക് ആത്മഹത്യയിൽ രക്ഷിക്കുവാനായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് സാധിക്കും. ഒരു കൈത്താങ്ങ്, ഒരു വാക്ക്, ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക്, ഈ സാഹചര്യം മാറുമെന്ന് ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാം രക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ഈ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഈ വാർത്തകൾ നിങ്ങളെ അറിയിക്കുമ്പോൾ, നിങ്ങൾ നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കടഭാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റാലും എൻ്റെ കടം തീരുമായിരുന്നില്ല, അത്രയ്ക്ക് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ 7.5 വർഷക്കാലം കഴിഞ്ഞ് ആ കടബാധകളെല്ലാം അവിടെ നിന്ന് തീർന്ന് എൻ്റെ മൂത്ത മകന് നല്ലൊരു ജോലി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ഇളയ മകൻ വളരെ കഷ്ടത്തിലൂടെ അവൻ കടന്നുപോയി. എന്നാൽ അവൻ ഇന്ന് നല്ലൊരു വെബ്സൈറ്റിലുള്ള വർക്കെല്ലാം ചെയ്തുകൊണ്ട് അവൻ എൻ്റെ കൂടെ ഇന്ന് താമസിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ്. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ, കർത്താവേ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിതികളെ മാറ്റി നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യല്ലേ. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, പിശാച് അനേകരെ വഞ്ചിച്ച് കർത്താവെ ട്രെയിനിൻ്റെ മുൻപിലേക്കും കർത്താവെ വെള്ളത്തിലേക്കും അതുപോലെ തന്നെ കർത്താവെ അനേക നിലകളിൽ മരിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച് കൊണ്ടുപോകുന്നു. കർത്താവെ അവിടുന്ന് അവരെയൊക്കെ രക്ഷിക്കുകയും സഹായിക്കുകയും ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ഭൂമിയിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ആയുസ് അങ്ങ് എടുക്കുന്നത് വരെയും അവർ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ വചന കേൾവിയതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കേൾക്കുമ്പോൾ, അവരത് അറിയുമ്പോൾ കർത്താവെ അവരുടെ ഹൃദയങ്ങളിൽ വലിയ പരിവർത്തനം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.